ഹലോ കുട്ടീസ്, എന്താ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മാവ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. ഇടിയപ്പത്തിന് ഞാൻ എപ്പോഴും കുഴയ്ക്കുമ്പം കുറച്ച് പത്തിരി മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് കുഴയ്ക്കുക. അപ്പോൾ നമുക്ക് സേവനാഴിയിലിട്ട് പിഴിഞ്ഞെടുക്കുമ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കും. മറ്റേ ഭയങ്കര നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് മാവ് കുഴയ്ക്കാറ്. അതുപോലെ തന്നെ മാവ് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സേവനാഴി എടുത്തു. ഞാൻ ഇത് അലൂമിനിയൻ്റെ ഇഡ്ഡലി തട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഒട്ടി പിടിക്കുകയെ. അപ്പോൾ നേരെ നമ്മൾ സേവനാഴി എടുത്ത് അതിലൊന്ന് വെളിച്ചെണ്ണ പുരട്ടി വെച്ചതാണ് കേട്ടോ സേവനാഴി. അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുകയാണേ. മാവിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കാം. ഇത് സേവനാഴിയിലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, നല്ല വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാവിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. മാവ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടും. അതുപോലെ ഇവിടെ നൂൽപുട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണേ. പക്ഷേ ഈ ഒരു സേവനാഴിയിലിട്ട് പിഴിയേണ്ട ആ ഒരു മടി കൊണ്ടാണ് എപ്പോഴും ഒന്ന് പുറകോട്ട് വലിക്കാറ് നൂൽപുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ. ഇപ്പം ഇന്നെന്തായാലും ക്രിസ്മസൊക്കെ അല്ലേ, കുട്ടീസും കുറേ ദിവസമായി പറയുന്നു. അങ്ങനെ ഇന്ന് അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വലിയ എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പിഴിഞ്ഞ് കിട്ടുന്നുണ്ട്. മാവൊന്ന് സെറ്റാക്കിയതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് ചെയ്യൂ കേട്ടോ. കമൻറ്റ് ചെയ്യണേ എല്ലാവരും. പിന്നെ ക്രിസ്മസ് ആയിട്ട് വേറെ എന്തൊക്കെ എല്ലാവരും പുറത്ത് പോലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. എനിക്കിന്നും വർക്കുണ്ട്. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും ലഞ്ചിൻ്റെ പണിയും ഒന്ന് കഴിച്ച് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാൻ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കി വയ്ക്കുകയാണ്. ഇതാകുമ്പോൾ കുട്ടീസിന് കഴിക്കുന്ന പറഞ്ഞാൽ പുറകെ നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവർ തന്നെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ നൂൽപുട്ടിൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം തിളച്ച് ആവി വന്നിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ തട്ടുകൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി തട്ടൊക്കെ വെച്ച് അത് മൂടി വെച്ച് ഇനി അത് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഇതിന് കറി സ്റ്റൂ ആണേ, ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് നമ്മൾ കറിയായിട്ട്. അതിന് ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് എല്ലാം കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേരത്തിൻ്റെ ക്ഷാമം കാരണം ഞാനിന്ന് തേങ്ങാപ്പാൽപ്പൊടി തന്നെയാണ് സ്റ്റൂവിനും എടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ചൂടുവെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. തീരെ കട്ട കെട്ടാതെ നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റൂ കിട്ടും. അപ്പം തേങ്ങയ്ക്ക് വലിയ ക്ഷാമമാണ് ഇപ്പം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഈ ഒരു തേങ്ങാപ്പാൽപ്പൊടിയിലേക്ക് ഞാൻ നീങ്ങുന്നത്. നമുക്കിനി നമ്മുടെ സ്റ്റൂവിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി കുരുമുളക് പൊടി, ഇപ്പോൾ പൊടിയാക്കി വെച്ച കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില അതും ഇട്ട് ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സ്റ്റൂ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ച് മൂടി വയ്ക്കുക. സ്റ്റൂവിലേക്ക് ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോഴുള്ള സ്മെല്ല്
നല്ലൊരു എന്താ പറയുക, നമുക്ക് അത്രയും ഇഷ്ടം തോന്നുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇതാ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ നമ്മുടെ നൂൽപുട്ട് സെറ്റായിട്ടുണ്ട്. ഇനി കുട്ടീസിന് കൊടുക്കുക. ഞാൻ കുഞ്ഞിനാണ്, ധ്രുവിനാണ് ആദ്യം എടുത്തത്. ആൾക്ക് 3 നൂൽപുട്ടും എടുത്തു, ഇഷ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം അത് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്